ഇപ്പോൾ ടാറ്റു ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പ്രിഫർ ദാറ്റ്. സോ ബട്ട് നമുക്ക് ആലോചിക്കുമ്പം ടാറ്റുവിന് ചെയ്യുന്നതിന് ശേഷം സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ള ഒരു വറിയുണ്ട്. അപ്പം എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ടാറ്റു ചെയ്യുന്നോണ്ട് അസച്ച് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ ടാറ്റു ഇപ്പൊ ഒരു നല്ല സ്ഥലത്തോ നല്ല ചെയ്യുന്നെങ്കിൽ ആ നീഡിൽ പ്രിക്സ് അതുകൊണ്ട് ഇൻഫെക്ഷൻസ് വരാം, HIV തൊട്ട് ഹെപ്പറ്റൈറ്റിസ് വരെ പല ഇത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ യൂഷ്വലി നമ്മളങ്ങനെ പ്രോബ്ലംസ് കാണുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ ടാറ്റൂവിന് ആ ഉപയോഗിക്കുന്ന ഇങ്ക്, ആ പിഗ്മെന്റ് അതൊക്കെ കൊണ്ട് ചിലപ്പം അലർജി വരാം. പിന്നെ അതേപോലെ തന്നെ ആ സൈറ്റ്, അതായത് അവിടെ ആ കുത്തിയല്ലേ ചെയ്യുന്നത്, അവിടെ ഇൻഫെക്ഷൻ വരാം. അങ്ങനെയാണ്. അതല്ലാണ്ട് ഒരു ജനറൽ സ്കിൻ ഹെൽത്തിനെ ടാറ്റു ചെയ്തു എന്നതുകൊണ്ട് ഒരു പ്രോബ്ലം വരുന്നില്ല. മാം, ഇപ്പോൾ ടാറ്റു ചെയ്ത് കഴിഞ്ഞിട്ട് അതിനിപ്പോ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതൊരു വലിയ പ്രൊസീജിയർ ആണോ? ടാറ്റു സത്യം പറഞ്ഞാൽ ടാറ്റു ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഒരു ദിവസം ഒരു സിറ്റിംഗ് കൊണ്ട് അത് തീരുന്നു. പക്ഷെ വൺസ് ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ലേസറാണ് ടാറ്റു റിമൂവലിന് ഉപയോഗിക്കുന്നത്. വളരെ കോമൺലി ഇപ്പം ആർമിയിൽ പോകുന്നവർക്ക്, ചില ഗൾഫ് കൺട്രീസിൽ ടാറ്റു അപ്രൂവ്ഡ് അല്ല. അതേപോലെ തന്നെ ഈ എയർ ലൈൻസ് ഇവർക്ക്. പിന്നെ കോമൺലി സംഭവിക്കുന്നത് ലവേഴ്സിന്റെ പേര് ടാറ്റു ചെയ്തിട്ട് പിന്നെ കല്യാണത്തിന് മുമ്പ് അത് ചെയ്യണം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക്. ടാറ്റു റിമൂവലിന് നമ്മൾ ലേസർ ചെയ്യുന്നെങ്കിൽ അതൊരു ഒറ്റ സിറ്റിങ്ങിൽ തീരുന്ന പ്രോസസ്സല്ല. അത് ആ ടാറ്റു ഇങ്കിൻ്റെ ഇൻറ്റൻസിറ്റിയും ഒക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്പർ ഓഫ് സിറ്റിങ്സ് വേണ്ടി വരും. ചിലപ്പോൾ ഒരു 5 സിറ്റിങ്ങോ 6 സിറ്റിങ്ങോ ഒക്കെ. അപ്പം ചിലർ ചോദിക്കുക അതങ്ങ് തുടർച്ചയായിട്ട് ചെയ്ത് തീർക്കാമോ? അങ്ങനെയും പറ്റില്ല. അതായത് ടാറ്റുവിൻ്റെ റിമൂവലിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലേസർ ലൈറ്റ് പോയി ആ ടാറ്റു പിഗ്മെൻറ്റിനെ സ്കാറ്റർ ചെയ്യും. അത് ബ്ലഡ് അബ്സോർബ് ചെയ്ത് ബോഡിയിൽ നിന്ന് കളയുക ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു പ്രോസസ്സ്, ഒരു സമയമെടുക്കും. അപ്പം നമുക്ക് ടാറ്റു ആ റിമൂവൽ സിറ്റിങ്സിൻ്റെ ഇടയിൽ ഒരു മാസം 1.5 മാസമൊക്കെ വേണ്ടി വരും. അപ്പോൾ ഒരു കുറച്ച് മാസങ്ങൾ നീണ്ട പ്രൊസീജിയറാണ് ടാറ്റു റിമൂവൽ. അതർവൈസ് അതൊരു വളരെ സിമ്പിൾ തിങ്ങാണ്. നമ്മൾ ലോക്കൽ അനസ്തെറ്റിക് ക്രീം അപ്ലൈ ചെയ്ത് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ചെയ്യാൻ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എടുക്കും. അത്രയുമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്ത് ലേസർ ട്രീറ്റ്മെൻറ്റ് വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ പൊതുവേ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കോൺഷ്യസ്നെസ് ഉണ്ടാവല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതായത് ലേസർ എന്ന് പറയുന്നത് നമ്മൾ സ്കിന്ന് ട്രീറ്റ്മെന്റ്സിന് പലതരം ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഹെയർ റിമൂവലിന് ഉപയോഗിക്കുന്ന ലേസർ അല്ല ടാറ്റു റിമൂവലിന് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്കാർസിന്റെ റിമൂവലിന് ഒരു ടൈപ്പ് ഓഫ് ലേസർ ഉപയോഗിക്കും. പിന്നെ ചെറിയ ചെറിയ ഗ്രോത്ത്സ്, മറുകുകളൊക്കെ അതിൻ്റെ റിമൂവലിന് ഒരു ടൈപ്പ് ഓഫ് ലേസർ ഉപയോഗിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ തരം ലേസേഴ്സാണ് ഉപയോഗിക്കുന്നത്. ലേസർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റാണ്, റേഡിയേഷനോ അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ലേസർ ആ ലൈറ്റ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അവിടെ ഫോക്കസ്ഡ് ആയിട്ട് അതിൻ്റെ എഫക്റ്റ് വരുന്നുള്ളൂ. അല്ലാതെ അത് പോയി അകത്ത് ഓർഗൻസിന് ഡാമേജും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.